എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ശ്രീഷ്മ. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശിവപാർവതിയെക്കുറിച്ചുള്ള കഥയാണ്. ശിവപാർവതിക്ക് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ 2 കുട്ടികളാണുള്ളത്. ഒരാൾ സുബ്രഹ്മണ്യനും പിന്നെ ഒരാൾ ഗണപതിയും. അതിൽ സുബ്രഹ്മണ്യൻ ജ്യേഷ്ഠനും ഗണപതി അനുജനുമാണ്. എന്നാൽ സുബ്രഹ്മണ്യനും ഗണേശനും അല്ലാതെ ശിവപാർവതിക്ക് ഒരു മകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ആ മകൾ? എന്താണ് പേര്? അതൊക്കെ ഈ കഥയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നത്തെ കഥ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. നമ്മൾ ശിവപാർവതിയുടെ മകളുടെ കഥയല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ ശിവപാർവതിയുടെ മകളെക്കുറിച്ചുള്ള കഥ അധികം ആർക്കും അറിഞ്ഞു കാണില്ല. എന്നാൽ ശിവപുരാണത്തിൽ ഈ കഥയൊക്കെ നിങ്ങൾക്ക് സ്പഷ്ടമായി കാണാൻ കഴിയും. ഇത് പ്രകാരം ശിവപാർവതിയുടെ ആദ്യത്തെ മകൻ സുബ്രഹ്മണ്യനും അടുത്തതൊരു മകളും അത് കഴിഞ്ഞ് 3ാമത്തെ മകൻ ഗണേശനുമായിരുന്നു. ആ മകളുടെ പേരാണ് അശോകസുന്ദരി. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സുബ്രഹ്മണ്യൻ ജനിക്കുകയും പിന്നെ താരകാസുരനുമായി യുദ്ധമൊക്കെ കഴിഞ്ഞ് സുബ്രഹ്മണ്യൻ കൈലാസം വിട്ട് പോവുകയും ചെയ്യും. അതു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതിൽ പിന്നെ ഭൂമിയിൽ അസുരന്മാരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഭൂമിയിലുള്ളവരെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അസുരരുടെ സംഹാരത്തിനായി ശിവനും കുറച്ചു കാലത്തേക്ക് കൈലാസം വിട്ടു പോകുമത്രേ. ആ സമയം പാർവതി കൈലാസത്തിൽ ഒറ്റപ്പെട്ടു പോകും. അവൾക്ക് വളരെ വിഷമം തോന്നും. ഇനി ഒരു കുഞ്ഞ് വേണമെന്ന് ആശയാകും പോലും. അങ്ങനെ ഇരിക്കുമ്പോൾ കൈലാസത്തിലുള്ള കൽപ്പവൃക്ഷത്തെക്കുറിച്ച് അവൾക്ക് അറിയപ്പെടും. എന്തു ചോദിച്ചാലും തരുന്ന വൃക്ഷമാണ് കൽപ്പവൃക്ഷം. അങ്ങനെ പാർവതി എന്തു ചെയ്തെന്നോ, ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിയുടെ പ്രതിമ ഉണ്ടാക്കുകയും അതും കൊണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ അടുത്ത് പോവുകയും ചെയ്യും. എന്നിട്ട് ശിവനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കൽപ്പവൃക്ഷത്തോട് ഞാൻ ഉണ്ടാക്കിയ ഈ പ്രതിമയ്ക്ക് ജീവൻ നൽകണമെന്ന് അപേക്ഷിക്കും. അപ്പോൾ കൽപ്പവൃക്ഷം തഥാസ്തു എന്ന് പറഞ്ഞ് പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കും. അവളാണ് അശോകസുന്ദരി, ശിവപാർവതിയുടെ മകൾ. അശോകസുന്ദരി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നോ, അശോക എന്നാൽ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. പാർവതിയുടെ ഒറ്റപ്പെടലും വിഷമവും ഇല്ലാതാക്കിയതിന് അശോക എന്നും, പാർവതിയെപ്പോലെ സുന്ദരി ആയതുകൊണ്ട് സുന്ദരിയും എന്ന് വിളിച്ചു. അങ്ങനെ അശോകസുന്ദരി എന്ന് പേരിട്ടു. ഇതുകൂടാതെ പത്മപുരാണത്തിൽ കൂടി അശോകസുന്ദരിയുടെ കഥ നമുക്ക് കേൾക്കാം. പത്മപുരാണത്തിൽ ത്രിപുരസുന്ദരി എന്ന് കൂടി പേരുണ്ടത്രേ അശോകസുന്ദരിക്ക്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ശിവൻ വരുമ്പോൾ പാർവതിയെപ്പോലെ സുന്ദരിയായ കുഞ്ഞിനെ കണ്ട് ശിവന് വളരെ സന്തോഷം തോന്നും. അങ്ങനെ ശിവൻ ഭൂമിയിൽ ധർമ്മം നടത്തുന്ന കർമ്മം അശോകസുന്ദരിക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ അശോകസുന്ദരിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കഥയുടെ അഭിപ്രായം നിങ്ങൾ വേഗം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.